ഇതെന്താണ് ഞങ്ങൾ കണ്ടിറങ്ങിയതെന്ന് നിങ്ങൾക്കറിയുമോ? രണ്ട് സുഹൃത്തുക്കളുടെ കരളലിയിപ്പിക്കുന്ന ആത്മബന്ധത്തിന്റെ ഒരു നാടക സ്പർശം. സലാർ ദ സീസ് ഫയർ തുടങ്ങിയപ്പോൾ KGF പോലെ തുടങ്ങി, അവസാനിച്ചപ്പോൾ നമ്മുടെ ഒരു കിങ് ഓഫ് കൊത്ത പോലെ ആയിപ്പോയി സംഭവം. അപ്പോൾ എന്തായാലും പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കറക്റ്റ് KGF സെറ്റിൽ KGF-ന്റെ ബാക്കിയായിട്ട് കാണാം അല്ലേ? KGF-ന്റെ സെറ്റിനകത്തോട്ട് ഇതിന്റെ എല്ലാം KGF-ന്റെ സെറ്റ് പിന്നെ അഡീഷണൽ കുറച്ച് സെറ്റ് ഇട്ടു. ഓക്കെ, അപ്പോൾ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ KGF-ൽ കണ്ടതാണ് മെയിനായിട്ട് അതിൽ വർക്കായത് എന്താണ്? ഇമോഷൻ. അമ്മ ഇമോഷൻ, പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ വൈഫ് ഇമോഷൻ, പിന്നെ കുട്ടികളുടെ കുറച്ച് സംഭവം, വിശപ്പ്, അതൊക്കെ കുറച്ച് ഇമോഷൻ സാധനം വെച്ചുള്ള കളിയായിരുന്നു. അതേപോലെ ഇതിനകത്ത് അമ്മപ്പാസം പിടിച്ചുള്ള ഒരു കഥയാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവില്ല. എല്ലാം നമ്മൾ ഡയലോഗൊക്കെ എന്ന് വെച്ചാൽ KGF-ൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഡയലോഗൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിലെന്ന് വെച്ചാൽ വേട്ടപ്പട്ടികൾ വരുന്നത് എന്തിനാണെന്നറിയുമോ? ചുമ്മാ ഡയലോഗിന് അമ്മ സംസാരിക്കുമ്പം യൂട്യൂബിലെ മോട്ടിവേഷൻ ഇടുന്ന ബീജം അറിയാവോ? അമ്മ എപ്പോൾ സംസാരിച്ചാലും മോട്ടിവേഷൻ ബീജമാണ് ബാക്കി വരുന്നത്. ഇത്ര മോട്ടിവേഷൻ കൊടുക്കുന്ന അല്ല, ഇച്ചിരി സാഹിത്യം ഇച്ചിരി അധികമായി പോയെന്ന് തോന്നുന്നു. പിന്നെ ഏക പ്രതീക്ഷ രാജുവേട്ടനായിരുന്നു. രാജുവേട്ടൻ ഇപ്പൊ വരും എന്നും പറഞ്ഞിരുന്നു. ഇൻട്രോയിൽ പഞ്ചിനൊരു ഭയങ്കര ഒരു സാധനം രാജുവേട്ടൻ തന്നു. പക്ഷേ ഇൻട്രോ കൊള്ളായിരുന്നു കേട്ടോ. ഇൻട്രോ കൊള്ളായിരുന്നു. പക്ഷെ രാജുവേട്ടൻ ഞാൻ കാണിച്ചു തരാം. ദേവാ അപ്പോൾ രാജുവേട്ടനെ കൊണ്ടുപോയി പ്രഭാസിന്റെ സൈഡിൽ കൈകെട്ടി നിർത്തിയിരിക്കുന്ന മൂക്കുകയറിട്ട് മൂക്കിലൊരു സാധനം ഇട്ട് കൈയിട്ട് നിർത്തിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പുള്ളി എനിക്കൊന്ന് പ്രഭാസിനെക്കാട്ടിൽ സ്ക്രീനിൽ ഡൊമിനേറ്റ് ചെയ്തത് രാജുവേട്ടൻ തന്നെയാണ്. രണ്ടുപേരും കൂടി നിൽക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ രാജുവേട്ടൻ ഭയങ്കര സംഭവമാണ്. പക്ഷേ എന്താണ് പുള്ളിക്കൊന്ന് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? പുള്ളി ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നിർത്തിയിട്ട് ഫൈറ്റ് സീൻ എനിക്ക് വേണ്ടി തന്നത് ഇങ്ങനെ എന്തോ ഒരു അവതരം തന്ന പോലെയൊക്കെ പറയുന്നത്. പിന്നെ പടം തുടങ്ങുന്നത് നമ്മുടെ കറക്റ്റ് KGF സെറ്റപ്പിലാണ്. നല്ല ഫാസ്റ്റ് കട്ടക്കട്ടക്ക് എന്നുള്ള എഡിറ്റിങ്ങും ഭയങ്കര വെട്ടും തീയും പുകയൊക്കെ ആയിട്ട് അതിൽ അവരെ ചൈൽഡ്ഹുഡിൽ ഈ ഒരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതിൽ ഭയങ്കര ബിൽഡപ്പാണ് കേട്ടോ. ക്യാരക്ടേഴ്സും ചൈൽഡ്ഹുഡ് സെറ്റപ്പ് എല്ലാം കൊള്ളാം. അപ്പോൾ നമ്മൾ കണ്ട് വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ പ്രഭാസിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് 2-3 ഒരു പഞ്ച് സീൻസും ആക്ഷനൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഭയങ്കര പരാജയമായിപ്പോയി. കാരണം ഇമോഷൻസ് ഒട്ടും നമുക്ക് വർക്കാവുന്നില്ല. കാരണം ഈ അമ്മയുമായിട്ടുള്ള സംഭവമായാലും അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിന്റെ കയ്യിൽ കൈ വെച്ചു എന്നൊക്കെ പറഞ്ഞു അധികം ഡയലോഗ് പറയുന്നില്ല. ഡബ് ചെയ്തല്ല ആർട്ടിഫിഷ്യാലിറ്റി നല്ലത് രീതിയിൽ. അത് കന്നഡ നമ്മള് KGF ഇതുപോലെയാണ്. പക്ഷെ അത് നമുക്ക് അത്യാവശ്യം കണക്ട് ആവും സാധനം. KGF-ൽ അങ്ങനെ ഫീൽ ചെയ്തില്ല നമുക്ക്. അപ്പം മെയിനായിട്ട് ഇത് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റാതെ പോയതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു സീസ് ഫയർ ഇലക്ഷനോ വോട്ടിങ്ങോ എന്നും പറഞ്ഞൊരു സാധനം വരും. അതിനകത്ത് കുറേ ഗോത്രങ്ങളുടെയും കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ ഈ വോട്ട് വേണം അതുകൊണ്ടൊക്കെ പറഞ്ഞാൽ ശരിക്കും തല പെരുത്തോന്ന രീതിയിൽ തീരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാവും. അതിൻ്റെ കൂടെ ശ്രുതി ഹസൻ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് ഇത് പറയുന്നത്. അതിനാ ഒരാളിൽ നിന്ന് പറയണേ ഇറങ്ങി പൂടി കാറിൽ നിന്ന് തിയേറ്ററിലേക്ക് ആൾക്കാർ പറയാം ബാക്കി കഥ ഞങ്ങൾക്ക് കേൾക്കണ്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥ വരെ ആയിപ്പോയി. ഞാൻ പൃഥ്വിരാജിന് ഇത്രയും വലിയ ബിൽഡപ്പും കാര്യങ്ങളും കൊടുത്ത പുള്ളിക്ക് ഒരു സ്കോർ ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതി. എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, പൃഥ്വിരാജിന് ആകെ സ്കോർ ചെയ്യാൻ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, വാളും പിടിച്ചോണ്ട് വരുന്നത്. അത് മാത്രമേ പൃഥ്വിരാജിന് ആകെ ഉണ്ടായിരുന്നത് അച്ഛൻ ഉണ്ടാക്കിയ കുറച്ച് ഇതുണ്ടായിരുന്നു അതിന്റെ ഒരു സ്റ്റാർഡത്തിൽ. അതായത് സിനിമയിൽ അച്ഛൻ ഉണ്ടാക്കിയൊരു ഇതിന്റെ മേളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു മൂക്കയർ വിട്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പൃഥ്വിരാജ് വെറുതെ കൈകെട്ടി ദേവ എന്ത് ചെയ്യുന്നു ദേവാന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. നോക്കുവാണെങ്കിൽ KGF-നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു വെപ്പൺ ഡീലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അയാള്. ഇനി കണക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സലാറിന്റെ അവസ്ഥ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞങ്ങള് സത്യത്തില് യൂണിവേഴ്സിനും പ്രതീക്ഷ പോകണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ ഓരോരുത്തർ വരുമെന്ന് വിചാരിക്കും. ഇനി ആശം കാണാൻ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുമെന്ന് വരെ വിചാരിച്ചു. അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് ഇറങ്ങുന്നവർക്കൊരു സമാധാനമായേനെ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സലാർ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും